റെലവൻസ് തിയറീസ് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇറലവൻസ് തിയറീസ് നമുക്ക് നോക്കാം. ഇറലവൻസ് തിയറീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ പറഞ്ഞു വാല്യൂ അഫക്റ്റ് ചെയ്യില്ല, ഫേമിന്റെ വാല്യൂ എന്ത് നിങ്ങൾ മിക്സ് എടുത്താലും അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. സോ ഇതിലുള്ളത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും മോഡിഗ്ലാനി മില്ലർ അപ്രോച്ചുമാണ്. ഈ മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച് കുറച്ച് വ്യത്യസ്തമായ വേറെ പാരലായിട്ട് വേറെ വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം പറഞ്ഞാൽ ബാക്കി ആ റെലവൻസിന്റെ ഫെർദർ ബാക്കിയാണ്. അപ്പോൾ ആ രണ്ടും ഇപ്പോൾ നെറ്റ് ഇൻകം ട്രഡീഷണൽ അതിന്റെ ബാക്കിയായിട്ടാണ് എന്ത് വരിക, നെറ്റ് ഓപ്പറേറ്റിംഗ് വരിക. അപ്പൊ ഇത് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഹൈബ്രിഡ് ഓഫ് നെറ്റ് ഇൻകം ആൻഡ് ട്രഡീഷണൽ. ആ റെലവൻസിലത്തെ ആ രണ്ടും ഇല്ലേ, അതിന്റെ ഹൈബ്രിഡ് വേർഷൻ ആണ് എന്ത്, NOI അപ്രോച്ച്. അപ്പോൾ ഇവിടെ NOI അപ്രോച്ച് എന്ന് പറഞ്ഞു അവിടെ നമ്മൾ പറഞ്ഞു നെറ്റ് ഇൻകം ലാസ്റ്റ് വരണോണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരണോണ്ടാണ് KD എഫക്ട് ചെയ്യണം, അതുകൊണ്ടാണ് വാല്യൂ മാറുന്ന പറഞ്ഞു. ഇവിടെ എന്താ എടുത്തന്നെ ഇറലവൻസ് തിയറീസിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ആണ് ഇറലവൻസ് എന്ന് പറഞ്ഞത്. കാരണം നെറ്റ് ഓപ്പറേറ്റിംഗ് എന്താ ഫസ്റ്റ് ആയിട്ടല്ലേ, ഏറ്റവും മുകളിൽ ഇൻകം സ്റ്റേറ്റിലെ എബിറ്റ് എന്ന് പറയുന്ന സാധനമാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞു എബിറ്റ് പറയുക ഏറ്റവും ആദ്യം, അതൊക്കെ ഇൻട്രസ്റ്റും ടാക്സും എല്ലാം ഡിറ്റക്ട് ചെയ്യണം മുമ്പ് വരുന്ന ഐറ്റല്ലേ, ലാസ്റ്റ് ആയിട്ടാണ് മറ്റേത്, ഇത് ഫസ്റ്റ് ആയിട്ടാ. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിന്റെ ഒരു 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 നിഴൽ അതിൽ പതിഞ്ഞിട്ടേ ഇല്ല അല്ലെ, അത് ആദ്യത്തെ സാധനം ആയതുകൊണ്ട് അതെന്താ ഒന്നും അഫക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇറലവൻസിന്റെ ഭാഗമായിട്ട് വരുന്നത്. അത് വാല്യൂ അഫക്ട് ചെയ്യില്ല കാരണം അതിൽ നാർത്തെടുത്ത സാധനം ആയതുകൊണ്ട്. സോ ഈ ഒരു അപ്രോച്ച് പറയണത് രണ്ടും നെറ്റ് ഇൻകം ട്രഡീഷണലും കൂടി ബ്ലെൻഡ് ചെയ്ത് ചിന്തിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ രണ്ടും നമ്മൾ പഠിക്കും. അപ്പൊ എന്താ എഫക്ട് ഓഫ് നെറ്റ് ഇൻകം അപ്രോച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞു എന്ത് വാല്യൂ നമ്മൾ കൂട്ടും പറഞ്ഞു, വാല്യൂ കൂടും എന്ന് പറഞ്ഞു, അതിന്റെ ലോജിക്ക് നമ്മൾ പറഞ്ഞു. പിന്നെ എഫക്ട് ഓഫ് ട്രഡീഷണൽ അപ്രോച്ചും നമ്മൾ പറഞ്ഞു. അതിന് ഫെർദർ നമ്മൾ ചിന്തിച്ച് ആ വാല്യൂ കുറയും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു എഫക്ട് ഈ രണ്ടും കൂടി ഒരു എഫക്റ്റ് ആണ് എന്ത് വരിക, സൈമൾട്ടേനിയസ് എഫക്റ്റ് ആണ് എന്ത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. അപ്പൊ ഇത് കാരണം എന്താ ഡെറ്റ് കൂടിയിട്ട് ചീപ്പാക്കിയിട്ട് വാല്യൂ കൂട്ടി, അതേപോലെ മറ്റേത് ഇനി എടുത്ത ഇക്വിറ്റി റിസ്ക്കും കൂടും ഡെറ്റ് റിസ്ക്കും കൂടും കാരണം വാല്യൂ കുറയും. അപ്പോൾ ഒപ്പം ഇത് രണ്ടും എന്താ ഒപ്പം വാല്യൂ കൂടുന്നുമുണ്ട് ഒപ്പം വാല്യൂ കുറയണമുണ്ട്. അപ്പൊ രണ്ടും കൂടി നമ്മൾ സൈമൾട്ടേനിയസ്ലി നോക്കുമ്പോൾ എന്താ നള്ളിഫൈ എഫക്റ്റ് ആണ് വരിക അല്ലെ. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഒക്കെ നമ്മൾ റെക്ടിഫിക്കേഷനിൽ പഠിച്ച പോലെയാണ്. അതായത് വാല്യൂ കൂടാനൊരു എഫക്റ്റും വാല്യൂ കുറയാനൊരു എഫക്റ്റും ഒന്നിച്ച് നമ്മൾ സൈമൾട്ടേനിയസ്ലി കൊണ്ടുപോകുമ്പോൾ രണ്ടും കൂടി നള്ളിഫൈ ചെയ്ത് ക്യാൻസൽ ആകുമ്പോൾ എന്താവും, വാല്യൂ ബിക്കംസ് കോൺസ്റ്റന്റ് ആവും. അപ്പൊ നൾ എഫക്റ്റ് ആണ് വരിക. അത്രേ ഉള്ളൂ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം.